ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോഴും നമ്മുടെ കൂടെ ഒരു സപ്പോർട്ടായിട്ട് എന്നും കൂടെ നിൽക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് മാത്രമേ എനിക്ക് എന്നും ഓരോ വീഡിയോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 വർഷത്തിന് മുന്നേ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ABCD പോലും അറിയാതെ യൂട്യൂബ് ചാനലിലേക്ക് വന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പം എന്തെങ്കിലും ആയി അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആ ഒരു ഒന്നും അറിയാത്തൊരവസ്ഥയിൽ ഒന്നുമില്ലായ്മയിൽ ഞങ്ങളുടെ കൈകളോട് അന്ന് ആരുമില്ലാതെ ഞങ്ങൾ 4 പേര് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടിയ ഞങ്ങളുടെ ലോകത്തിലേക്ക് ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെയാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ ഈ നിമിഷം വരെ കൂടെയുള്ള നിങ്ങളോട് എല്ലാവരോടും ഒരിക്കലും തീരാത്ത നന്ദിയുണ്ട് ഞങ്ങൾക്ക്. നിങ്ങളെ കാണുന്നില്ല എങ്കിൽ പോലും നിങ്ങളുടെ ഓരോ കമൻസിലും നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബർ നമുക്ക് അതേ പറഞ്ഞാൽ ഓരോ നമ്മുടെ ഫാമിലിയിലേക്ക് അംഗങ്ങൾ കൂടുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളെ മനസ്സിലാക്കാൻ ആളുകളുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് വരാം. 2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു നമ്മുടെ ചാനലിൽ. നമുക്ക് ഇസ്രായേലി വന്നവരും വരാൻ ആഗ്രഹിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിന് ഒരു കമൻ്റായിട്ട് ദീപക് എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഇട്ട ഒരു കമൻ്റാണ്, എന്താണ് ഇസ്രായേലിൽ വന്ന് ജോലി ചെയ്യുന്ന കെയർ ഗീവേഴ്സിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയെന്നാണ് ചോദ്യം. അതിനു മുന്നേ ഞാൻ ആദ്യം ഒന്ന് പറയട്ടെ, ഇസ്രായേലിൽ ജോലിക്ക് വരുന്നത് പ്രധാനമായിട്ടും നമുക്ക് പ്രായാധിക്യം കൊണ്ട് അവശരായി കിടക്കുന്ന മാതാപിതാക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തൊരു ഇത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിയമം എന്ന് പറഞ്ഞാൽ എന്നാണോ ഇവരുടെ മക്കൾ വിവാഹം കഴിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് പോകുന്നത് അന്നു മുതൽ അവർ വേറെ മാറി താമസിക്കണം. മാതാപിതാക്കളുടെ കൂടെ താമസിക്കാൻ ഇവിടുത്തെ നിയമം അനുവദിക്കുന്നില്ല. അപ്പോൾ ഇവർ വയസ്സാകുമ്പോഴത്തേക്കും പ്രായമാകുമ്പോഴത്തേക്കും ഇവരൊറ്റയ്ക്കാവും. ഇവർക്ക് ഇവരുടെ പ്രായാധിക്യത്തിലുണ്ടാകുന്ന രോഗങ്ങളും അസ്വസ്ഥതകളും ഒക്കെ വരുമ്പോഴത്തേക്കും ഇവരെ നോക്കാനായിട്ട് ആരും ഉണ്ടാവില്ല. കാരണം ഇവരുടെ മക്കളുടെ സംരക്ഷണയിലാണ് എങ്കിൽ പോലും മക്കൾക്ക് ഇവിടെ വന്ന് നിൽക്കാനോ അവരുടെ കൂടെ താമസിക്കാനോ അവരെ ശുശ്രൂഷിക്കാനോ ഉള്ള ഒരിത് ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മളെ പോലുള്ള കെയർ ഗീവേഴ്സ് മെത്തപ്പരറ്റ്സ് എന്ന് പറയും. നമ്മൾ ഇവിടെ വന്ന് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, ഇവർക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യമായിട്ട് ഇസ്രായേലിൽ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഏതാണോ നമ്മുടെ എംപ്ലോയർ നമ്മൾ ആരെയാണോ നോക്കാൻ വരുന്നതെന്നും അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണെന്നും അവർക്ക് എന്തെല്ലാം രോഗങ്ങളുണ്ടെന്നും അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ കൂടെയാണ് സമയം ചിലവഴിക്കേണ്ടത്. അതായത് പ്രായമായി എന്നുള്ള അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് എന്നുള്ള ഒരു തോന്നൽ അവരിൽ നിന്ന് മാറാൻ വേണ്ടി കൂടുതൽ സമയം നമ്മൾ അവരുമായിട്ട് ചിലവഴിക്കുക. അവരുമായിട്ട് കുറേ അവർക്ക് എന്തിനാണോ താല്പര്യം. ചിലർക്ക് ചിത്രം വരയ്ക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും, പാട്ട് കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും, ഡ്രോയിങ്സ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും, പിന്നെ ഇവിടെ പല ക്ലബ്ബുകളിൽ പോകുന്നവരുണ്ടാവും. ഇവരുടെ കൂടെ നമ്മൾ 24/7 24 മണിക്കൂറും നമ്മൾ അവരുടെ കൂടെ തന്നെ ആയിരിക്കുക എന്നാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. ഇതിൽ നമ്മുടെ ഡ്യൂട്ടീസിൻ്റെ ഭാഗം എന്ന് പറയുന്നത് തന്നെയാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി. നമ്മൾ അവരുടെ കൂടെ തന്നെ നിൽക്കുക, അവർക്കൊരു കൈത്താങ്ങായിട്ട് കൂടെ നിൽക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്മാമ്മയെ കിടത്താൻ വേണ്ടി പോയി, അമ്മാമ്മയ്ക്ക് കിടക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്നത് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ഒപ്പമായിരിക്കും നമ്മൾ താമസിക്കുന്നത്. ഒരു പക്ഷേ ഇവിടുത്തെ നിയമം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ അവർക്ക് മാതാപിതാക്കളുടെ കൂടെ താമസിക്കാം. വിവാഹം കഴിച്ച മക്കളാണെങ്കിൽ അവർ മാറി താമസിക്കണം. ഓക്കെ. അപ്പോഴും ഞാനിപ്പം ഇവിടെ നോക്കാൻ നിൽക്കുന്ന അമ്മാമ്മയെന്ന് പറഞ്ഞാൽ മക്കളെല്ലാം വിവാഹം കഴിച്ച് അവരുടെ മക്കൾ ഏകദേശം ഒരു 4 തലമുറ താണ്ടി ഇപ്പം 5ാമത്തെ തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് തന്നെ പറയണം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു 2 മാസം മുന്നേ അമ്മാമ്മയുടെ മോളുടെ കൊച്ചിൻ്റെ കല്യാണമായിരുന്നു. അപ്പോഴേ ഏകദേശം നമുക്ക് കണക്ക് കൂട്ടാം അമ്മാമ്മയുടെ പ്രായം എത്രത്തോളം ഉണ്ടെന്നുണ്ടല്ലേ. അന്നേരം കല്യാണം കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ശപാത്തിന് പോയപ്പോഴത്തേക്ക് 2 മാസം കഴിഞ്ഞു. അവൾ പ്രഗ്നൻ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോഴേ എത്ര തലമുറ താണ്ടി. അങ്ങനെ ഇരിക്കട്ടെ, എന്തായാലും സന്തോഷമായിട്ടിരിക്കട്ടെ, നമുക്കതല്ലേ പറയാൻ പറ്റും. അങ്ങനെ നമ്മൾ വരുന്ന ഈ ഒരു വീട് നമ്മൾ എവിടെയാണോ നമ്മൾ ചിലർക്ക് ഫ്ലാറ്റായിരിക്കും, ചിലർക്ക് വീടുകളായിരിക്കും, ചിലർക്ക് അപ്പാർട്ട്മെൻറ്റ്സ്, അങ്ങനെയൊക്കെ ആയിരിക്കും. എന്താണെങ്കിലും നമ്മളത് നമ്മുടെ വീട് പോലെ നമ്മൾ വൃത്തിയായിട്ട്, കാരണം എന്ന് പറഞ്ഞാൽ ഇവർ വാർദ്ധക്യരായതായതുകൊണ്ട്
അവർക്ക് സ്വന്തമായിട്ട് ഇതൊന്നും ക്ലീൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. സോ നമ്മളിതെല്ലാം ക്ലീൻ ചെയ്ത് നീറ്റാക്കി വെക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങളെ. എന്തായാലും ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിനപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രദക്ഷിണം പോലെ, ഓട്ടപ്രദക്ഷിണം പോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ കുളിപ്പിക്കണം. ഒട്ടും വയ്യാത്തവരാണ്. അന്നേരം അവരുടെ സാഹചര്യം മനസ്സിലാക്കി നമ്മൾ അവരെ, നമ്മുടെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന കണക്ക് അവരെ സ്നേഹിക്കുക. അവർക്ക് വേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ടോയ്ലറ്റിൽ അസിസ്റ്റ് ചെയ്യുക. അവർ ചെയ്തോളും, അത്യാവശ്യം അവരുടെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും. പക്ഷേ എങ്കിലും നമ്മൾ കൂടെ നിൽക്കുക. എൻ്റെ അമ്മാമ്മയെന്നുണ്ടെങ്കിൽ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യും. പക്ഷേ എങ്കിലും ഞാൻ കൂടെ പോയി നിൽക്കും. കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു തലകറക്കോ എന്തെങ്കിലുമൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മുടെ ജോലി അത് ബാധിക്കും. അതുകൊണ്ട് നമ്മൾ അവരുടെ കൂടെ പോവുക. പിന്നെ മെഡിസിൻ കറക്റ്റ് സമയത്ത് മെഡിസിൻ കൊടുക്കുക, കറക്റ്റ് സമയത്ത് ഫുഡ് കൊടുക്കുക. പിന്നെ അവർക്ക് ഇതേ കണക്ക് ഇപ്പം അമ്മാവ് പറഞ്ഞ് എനിക്ക് ഉറങ്ങണം. ഞങ്ങളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അമ്മാമ്മയ്ക്ക് ക്ഷീണിച്ച്. കാരണം നമ്മൾ വീൽ ചെയറിലാണ് കൊണ്ടുപോയത്. ഞാനാണ് ക്ഷീണിച്ചത്. അമ്മാമ്മയ്ക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഇരുന്ന കാഴ്ചകളൊക്കെ കണ്ട്. അതിന് എന്നോട് ഞാൻ ചോദിക്കും അമ്മാമ്മയോട്, എന്തുവാ ഇത്. അദ്ദേഹം പറഞ്ഞാൽ എന്നെ കൊണ്ട് ഇവിടെ അമ്മാമ്മ പുറത്തുമുട്ടിയിരിക്കുക. കാരണം നമുക്ക് ലാംഗ്വേജ് പറഞ്ഞ സമയത്ത് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 7 മാസം കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഇന്നലെ 2ാമത്തെ വീടാണ്. ആദ്യത്തെ വീട്ടിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും ഫ്രീഡം കിട്ടിയിട്ടില്ല ഫ്രണ്ട്സ്. ഫ്രീഡം മീൻസ് നമുക്ക് ഏതേ ഇഷ്ടം എവിടെ വേണമെങ്കിലും നമുക്ക് ഇരിക്കാം. ഏത് സമയത്ത് നമുക്ക് ഫോൺ ചെയ്യാം. ഇഷ്ടമുള്ള ഏത് ഫുഡ് നമുക്ക് ഇവിടെ വെച്ച് കഴിക്കാം. അങ്ങനെയുള്ള എല്ലാം ഇത് ദൈവം സഹായിച്ച്, ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം ഒരു 10% എങ്കിലും ഞാൻ ഹീബ്രു സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ അമ്മയാണ്. എൻ്റെ സാറാമ്മ കാരണമാണ് ഞാനിപ്പോൾ ഹീബ്രു സംസാരിക്കുന്നത്. കാരണം ഞാൻ ചോദിക്കും അമ്മയോട് എന്തുവാ ഇത്, അന്നേരം എന്നോട് പറഞ്ഞു തരും. പിന്നെ ഞാനത് ഇംഗ്ലീഷിൽ പറയുമ്പം എനിക്കൊരു തട്ട് തന്നിട്ട് എന്നോട് പറയാം, ഞാൻ നിനക്കത് പറഞ്ഞു തന്നേയില്ലേ എന്നോട് ചോദിക്കും. ഞാൻ പറയാം യെസ്. പിന്നെ ഞാനത് ഓർത്തെടുത്ത് ഞാനത് പറയാം. ഇൻ കേസ് പറയുന്നത് തെറ്റാണെങ്കിൽ അതെനിക്ക് കറക്റ്റ് ചെയ്ത് തരും. അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞു തരിക. പിന്നെ ഈ ഫാമിലി, പിന്നെ ഏറ്റവും എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റിനോട് എത്ര അടുത്തിരിക്കുന്നു അതുപോലെ നമ്മൾ ഫാമിലിയോട് ഓട്ടോമാറ്റിക് നമ്മൾ അടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ അപ്പനെയാണെങ്കിലും അമ്മയാണെങ്കിലും നമ്മുടെ അമ്മയായിട്ട് നമ്മുടെ അപ്പനായിട്ട് കരുതി നമ്മൾ സ്നേഹിച്ച് കഴിഞ്ഞാൽ ഫാമിലി ഓട്ടോമാറ്റിക് നമ്മളെ സ്നേഹിക്കും. നമ്മളെയും ആ ഫാമിലിയിലെ ഒരു മെമ്പറായിട്ട് തന്നെ കാണും. ഞാൻ ഇവിടെ അതായത് ഞാൻ സെപ്റ്റംബർ 16 കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 16 ഞാൻ ആദ്യം ഇവിടെ വരുന്നത്. ആ ഒരു 1 വീക്ക് എനിക്ക് കുറച്ച് പാടായിരുന്നു. കാരണം എന്നെക്കുറിച്ച് അവർക്കും അറിയത്തില്ല, അവരെക്കുറിച്ച് എനിക്കും അറിയത്തില്ല. അങ്ങനെ ഒരിക്കൽ ഇങ്ങനെ ടോയ്ലറ്റിൽ അമ്മാമ്മ പറഞ്ഞു എനിക്ക് ടോയ്ലറ്റിൽ പോകണം. പക്ഷേ പുള്ളിക്കാരി സ്കേർട്ട് ഫുള്ളും അഴുക്കായി. അതിന് എന്നോട് പറഞ്ഞു അയ്യോ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് എൻ്റെ ഒന്ന് മേടിച്ചു. ഞാൻ നോ പ്രോബ്ലം. അങ്ങനെ പിന്നെ പോയി ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വന്ന് എല്ലാം ക്ലീൻ ചെയ്തു. അന്ന് എൻ്റെ അമ്മമ്മ കിട്ടി പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു കുറേ മെത്തപ്പലറ്റ്സ് എന്നെ നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എന്നോടൊക്കെ ഞാൻ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, എൻ്റെ മനസ്സറിയാതെ എനിക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം, അത്രയൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് അവരും നമ്മളെ ചേർത്ത് പിടിക്കും. ഇപ്പം ഞങ്ങൾ എവിടെ പോയാലും അമ്മാമ്മ എന്നെ അവരുടെ ഒരു കൊച്ചു മോളാണെന്ന് പറഞ്ഞാൽ എന്നെ പരിചയപ്പെടുത്തുന്നത്. ആ ഒരു പരിഗണന എനിക്ക് ദൈവകൃപയാൽ ഈ ഫാമിലിയിൽ എല്ലാവരും തരുന്നുണ്ട്. നമ്മളെ സത്യം പറഞ്ഞാൽ ഈ മെത്തപ്രറ്റ്സായിട്ട് വരുന്നവരെ മാറ്റി നിർത്തുമ്പോഴത്തേക്കും അവരുടെ ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കുക, അവരുടെ കൊച്ചുമക്കൾ അവരുടെ മക്കളൊക്കെ ആയിട്ടിരുന്ന് നമ്മളിലെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കും അമ്മാമ്മയ്ക്ക് ഞങ്ങളോട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ബോറടിക്കും. ഞങ്ങൾ ഈ ശബാത്തിന് അവരുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു നമ്മുടെ സ്വന്തം വീട്ടിൽ കയറി ചെല്ലുന്നൊരു ഫീലിംഗാണ് എനിക്ക്. ഇലാന, മീറി, അവരുടെ മക്കൾ, അവരുടെ കൊച്ചുമക്കൾ അവരൊക്കെ ഇട്ടിട്ട് അമ്മയും ചിലവഴിക്കുമ്പോൾ പ്രത്യേക ഒരു ഫീൽ. നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ആ കൊച്ചുമക്കളെ കാണുമ്പോൾ എൻ്റെ മക്കളെ തന്നെയാണ് ഞാൻ ചേർത്ത് പിടിക്കുന്നത്. അവരോടൊപ്പം തന്നെയാണ് കളിക്കുന്നത്. എന്നാൽ ഞാനങ്ങ് എൻ്റെ മനസ്സിന് ഞാനിപ്പോൾ പറഞ്ഞ് എൻ്റെ മൈൻഡ് ഇപ്പോൾ സെറ്റാണ്. പിന്നെ അങ്ങനെ അങ്ങ് പോകുന്നു. നമ്മൾ ആ ഒഴുക്കിനനുസരിച്ച് നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മളും ആ ഒഴുക്കിലോട്ട് അങ്ങ് പോകുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വന്നത് എന്തിനാണെന്ന് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാവണം. നമ്മളെ അവരുടെ മാതാപിതാക്കളെ വിശ്വസിച്ച് ചെയ്യിപ്പിച്ചത് തിരിച്ച് ആ ഉത്തരവാദിത്വം നമ്മൾ കാണിക്കാൻ കടപ്പെട്ടവരാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി. ഒന്നും കൂടെ ഞാൻ ചുരുക്കി പറയാം. ഒന്ന്, നമ്മൾ ഡെയിലി അവരുടെ എല്ലാ കാര്യങ്ങളിലും അസിസ്റ്റ് ചെയ്യണം. ബാത്റൂമിൽ പോകാനാണെങ്കിലും അവരെ കുളിപ്പിക്കാനാണെങ്കിലും ഈവൻ അവരുടെ നെയിൽ കട്ടിങ് പോലും നമ്മൾ ആഴ്ചയിലൊരിക്കലും നമ്മൾ ചെയ്തിരിക്കണം. പിന്നെ അവർ താമസിക്കുന്ന സ്ഥലം വളരെ നീറ്റായിട്ടും ക്ലീനായിട്ടും നമ്മളിട്ടിരിക്കണം. പിന്നെ അവരുടെ ഡ്രസ്സ് വാഷ് ചെയ്യണം, മെഡിസിൻ കറക്റ്റ് സമയത്ത് കൊടുക്കണം.
പിന്നെ അവരെയും കൊണ്ട് ഇവിടെ ഞങ്ങൾ ബാൽക്കണിയുണ്ട്. ആ ബാൽക്കണിയിൽ അമ്മാമ്മ എല്ലാ ദിവസവും ഒരു 3-4 റൗണ്ട് നടക്കും. ഞാനും അമ്മാമ്മയുടെ കൂടെ പോയി നടക്കും. അമ്മാമ്മയുടെ ഒപ്പം ഞാനും നടക്കും. കാരണം നമ്മളെപ്പോഴും അവരുടെ കൂടെ ഒരു നിഴലായിട്ട് കൂടെ ഉണ്ടാവണം, ഒറ്റവാക്കി പറഞ്ഞാൽ. പിന്നെ ഇപ്പം കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ അമ്മാമ്മ ബ്ലഡ് വൊമിറ്റ് ചെയ്തു. എന്നിട്ട് അമ്മാമ്മ എനിക്ക് ഒറ്റയ്ക്ക് കിടത്താൻ എനിക്കൊരു പേടി, രാത്രി പുള്ളിക്കാരി ശരിയാവത്തില്ല. കാരണം എപ്പോഴെപ്പോഴും നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ എനിക്കും ഉറക്കം ശരിയാവത്തില്ല. എനിക്കും അത് എന്നെ ഫിസിക്കലി എന്നെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും അമ്മാമ്മയുടെ കൂടെ കിടക്കാമെന്ന് എഴുതി. അവരുടെ മോൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ബെഡ് എടുത്ത് കൊണ്ട് ഇട്ട് തരാണെങ്കിൽ ഞാൻ അമ്മാമ്മയുടെ കൂടെ കിടക്കാം. നമ്മൾ അങ്ങോട്ട് അവരുടെ അവസ്ഥ മനസ്സിലാക്കി നമ്മൾ അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ ലൈഫ് വളരെ സ്മൂത്തി ആയിട്ട് മുന്നോട്ട് പോകും. ഇനി ഇതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ഒരു പ്ലസൻ്റ് ആയിരിക്കണം എപ്പോഴും. നമ്മുടെ മുഖത്ത് നമുക്ക് സങ്കടങ്ങളുണ്ട്, എല്ലാ സങ്കടങ്ങളില്ലാതെ ഏത് മനുഷ്യരാവുള്ള സങ്കടങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. മാക്സിമം പ്ലസൻ്റായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് സന്തോഷം കൊടുക്കാൻ സാധിക്കും. മറ്റുള്ളവർക്കും നമ്മൾ കൊടുത്താലേ കിട്ടത്തുള്ളൂ. എല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടണമെന്ന് ഒരിക്കലും വാശി പിടിക്കാൻ പാടില്ല. നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടും കിട്ടും. എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഈ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ചെറിയ ഒരു കിച്ചണാണ്, കാരണം ഇവിടെ ഞാനും അമ്മാമ്മയും മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഇത് അമ്മാമ്മയ്ക്ക് ഇപ്പോൾ എഴുന്നേൽക്കുമ്പോൾ കഴിക്കാനുള്ളതാണ്. ഇത് പീത്തയാണ് കേട്ടോ ഇവിടുത്തെ. പിന്നെ ഇപ്പോൾ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ചിട്ട് വന്നേ ബനാന. ഇത് ഇപ്പം പോയപ്പോൾ മേടിച്ചിട്ട് വന്നതാണ് ഇതൊക്കെയാണ്. പിന്നെ ഇത് അമ്മാമ്മയുടെ മെഡിസിനാണത്, അമ്മാമ്മയുടെ മെഡിസിൻ്റെ ഭാഗങ്ങളാണ്. ഇതാണ് ഇവിടുത്തെ നമ്മൾ ഹോളെന്ന് വിളിക്കുന്ന സലോൺ. ഞങ്ങളുടെ ഡൈനിങ് ഏരിയ. ഇത് ടോയ്ലറ്റാണ്. അമ്മാമ്മ കിടക്കുവാണ് കേട്ടോ, ഇവിടെ ചോട്ടണ്ട. ഇത് നമ്മുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇത് വേറെ ഒരു റൂമാണ് കേട്ടോ. ഇത് സ്റ്റോർ റൂം. അമ്മാമ്മയുടെ പാഡ്, ടോയ്ലറ്റിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ടിഷ്യൂ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. എൻ്റെ റൂം ഇതാണ്. ഓക്കെ, എൻ്റെ റൂമിൻ്റെ സാഹചര്യം നോക്കണ്ട. കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റു, പിന്നെയും രാത്രി എനിക്ക് ഉറക്കം ശരിയാവുന്നില്ല ഫ്രണ്ട്സ്. എന്താണെന്നറിയാൻ വയ്യ. ഇന്നലെ കിടന്നപ്പോൾ വെളുപ്പിന് 1 മണിക്കാണ് കിടന്നത്. എന്നിട്ട് പിന്നെ 6 മണിയായപ്പോൾ എഴുന്നേറ്റ് അമ്മാമ്മ ടോയ്ലറ്റിൽ കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ ഞാൻ പിന്നെ എഴുന്നേറ്റ് വന്ന് ഇവിടെ ഒന്ന് കിടന്നു. എന്നിട്ട് ഉറക്കം വരുന്നില്ലെന്നേ. എന്നിട്ട് പിന്നെയും ഒരു 6-7 മണിയായപ്പോൾ പിന്നെയും കുറച്ചും കൂടി കിടന്നു. പിന്നെ ഒരു 9 മണിയായപ്പോൾ അമ്മാമ്മ എഴുന്നേറ്റ് വന്നു. പിന്നെ അമ്മാമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അങ്ങ് എനിക്ക് വയ്യ ഇന്നത്തെ ദിവസം. പിന്നെയും വീഡിയോ എടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് കരുതിയിട്ട് മാത്രം എടുത്ത ഒരു വീഡിയോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. താങ്ക് യു.